ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്റ്റാർട്ട് സ്മാർട്ട് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 9ാം ക്ലാസ്സിലെ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ പെയേഴ്സ് ഓഫ് ഇക്വേഷനാണ്. അപ്പോൾ അതിലെ പേജ് നമ്പർ 10 5 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 5 ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതിന് മുന്നേ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ കയറിയ സബ്ജക്റ്റ് വൈസ് പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ കാണാത്തവർ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ കാണുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിയ bought a bag and a pair of slippers for 1100 rupees. The bag costs 300 rupees more than the slippers. What is the price of the slippers and the price of the bag? എന്താണ് പറഞ്ഞേക്കുന്നത്? പ്രിയ കടയിൽ പോയിട്ട് ഒരു ബാഗും ചെരുപ്പും വാങ്ങി. രണ്ടിനൂടെ 1100 രൂപയായി. പിന്നെ പറഞ്ഞേക്കുന്നത് ബാഗിൻ്റെ വിലയെന്ന് പറയുന്നത് ചെരുപ്പിൻ്റെ വിലയേക്കാൾ 300 രൂപ കൂടുതലാണ്. എങ്കിൽ ചെരുപ്പിൻ്റെ വില എത്ര, ബാഗിൻ്റെ വില എത്ര? ഇതാണ് ചോദിച്ചേക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഗിൻ്റെയും സ്ലിപ്പറിൻ്റെയും കറക്റ്റ് വില നമുക്ക് തന്നിട്ടില്ല. അതാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാത്തതുകൊണ്ട് തന്നെ സ്ലിപ്പർ എക്സ് ആയിട്ടും ബാഗ് എക്സ് പ്ലസ് 300 ആയിട്ടും എടുക്കാം. ഇവിടെ എന്താ അങ്ങനെ എടുത്തത്? സ്ലിപ്പറിൻ്റെ വില എത്രയാണോ അതിനേക്കാൾ 300 കൂടെ കൂടുമ്പോൾ ബാഗിൻ്റെ വില കിട്ടും. അതാണ് നമുക്ക് അവിടെ റിലേഷൻ പറഞ്ഞിട്ടില്ലായിരുന്നോ? അപ്പം മനസ്സിലായല്ലോ. ഇവിടെ തല തിരിച്ചെടുക്കരുത്. ഇവിടെ ബാഗിൻ്റെ വിലയാണ് കൂടുതൽ. സ്ലിപ്പറിൻ്റെ വില എത്രയാണോ അപ്പോൾ സ്ലിപ്പർ എക്സ് ആയിട്ട് എടുക്കണം. അതിനേക്കാൾ 300 കൂട്ടുമ്പോൾ ബാഗ് കിട്ടും. സ്ലിപ്പറിൻ്റെ വില പ്ലസ് 300. മനസ്സിലായോ? നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് പ്ലസ് 300 ഈസ് ഈക്വൽ ടു 1100. എക്സ് പ്ലസ് 300 എന്ന് എഴുതിയെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പം മൊത്തത്തിൽ 1100 രൂപയായെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് സോൾവ് ചെയ്യാം. 2x പ്ലസ് 300 ഈസ് ഈക്വൽ ടു 1100. 2x ഈസ് ഈക്വൽ ടു ഈ പ്ലസ് 300 അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 300. നമ്മുടെ അപ്പം ഇത് തമ്മിൽ കുറയ്ക്കുമ്പം എത്ര കിട്ടും? 800. ഇവിടെ ഒരു 2x ഉണ്ട്. ഈ 2xലെ 2 ഇവിടെ ഗുണിച്ചേക്കുവാണ്. അത് നമുക്ക് ഇപ്പുറത്ത് കൊണ്ടുവരാം. എന്തോ അപ്പം ഡിവിഷൻ ആവും. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 400. എക്സ് നമുക്ക് കിട്ടി എത്രയേ? 400. എക്സ് എന്ന് വെച്ചാൽ ആരായിരുന്നു? സ്ലിപ്പറായിരുന്നു. സ്ലിപ്പറിൻ്റെ വില നമ്മൾ കണ്ടുപിടിച്ചു. എത്രയേ? 400. ഇനി ബാഗിൻ്റെ വില സിമ്പിളായിട്ട് കിട്ടുമല്ലോ. സ്ലിപ്പറിൻ്റെ വില എത്രയായിരുന്നോ അതിനോട് 300 കൂട്ടുമ്പോൾ ബാഗിൻ്റെ വില നമുക്ക് കിട്ടും. മനസ്സിലായില്ലേ? റുപ്പീസ് എഴുതാൻ മറക്കരുത്. ഇവിടെ പൈസയുടെ കാര്യമാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് 26 ആൻഡ് ദെയർ ഡിഫറൻസ് ഈസ് 4. വാട്ട് ആർ ദി നമ്പേഴ്സ്? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഏതോ 2 നമ്പേഴ്സിൻ്റെ സമ്മ് എന്ന് വെച്ചാൽ അത് 2 നമ്പേഴ്സ് തമ്മിൽ കൂട്ടിയ 26 ആൻഡ് ദെയർ ഡിഫറൻസ് ഈസ് 4. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതേ നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പം 4 ആണ് കിട്ടുന്നത്. ഡിഫറൻസ് എന്ന് വെച്ചാൽ അത് തമ്മിൽ കുറയ്ക്കുമ്പം 4 ആണ് കിട്ടുന്നത്. എങ്കിൽ വാട്ട് ആർ ദി നമ്പേഴ്സ്? ഏതൊക്കെയാണ് ആ നമ്പേഴ്സ്? അപ്പം ക്വസ്റ്റ്യൻ മനസ്സിലായോ? നമുക്ക് ചെയ്യാം. ഇവിടെ ആ നമ്പേഴ്സ് ഏതാണെന്നോ ഒന്നും നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ ആ നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണ്. അത് തരാത്തതുകൊണ്ട് നമുക്ക് എന്തെടുക്കാം? ആ നമ്പേഴ്സിനെ എക്സ് ആയിട്ടും വൈ ആയിട്ടും എടുക്കാം. എന്നിട്ട് പറയുന്നുണ്ട് ഈ നമ്പേഴ്സിൻ്റെ സമ്മ് എന്ന് വെച്ചാൽ ഇത് തമ്മിൽ കൂട്ടിയാൽ നമുക്ക് 26 കിട്ടുമെന്ന് വെച്ചാൽ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 26. അത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കാം. പിന്നെ പറയുന്നുണ്ട് ഈ നമ്പേഴ്സ് തമ്മിൽ കുറയ്ക്കുമ്പം 4 കിട്ടുന്നുണ്ടെന്ന്. അപ്പം നമുക്കത് എഴുതാം എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 4. അത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ടും കൊടുക്കാം. ഇത്രയും വരെ ഓക്കെ അല്ലേ? ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാം. അതിനുവേണ്ടി ഏതെങ്കിലും ഒരു എക്സിനെയോ വൈയോ നമുക്കിവിടെ ക്യാൻസലാക്കി കഴിഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ വാല്യൂ കിട്ടും. അപ്പം നമുക്കിവിടെ ക്യാൻസലാക്കാൻ എളുപ്പം വൈ ആണ്. വൈയുടെ ഭാഗമാണ് ക്യാൻസലാക്കാൻ എളുപ്പം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് വൈ ആണ് മൈനസ് വൈ ആണ്. അപ്പം ഇവിടെ രണ്ടും പ്ലസ് എക്സ് ആണ്. ഇവിടെ പക്ഷേ പ്ലസ് വൈയും മൈനസ് വൈ ആണ്. ഡിഫറെൻറ്റ് സൈൻസ് ആണ് ഇല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പ്ലസ് ചെയ്യുമ്പോൾ ഇത് ക്യാൻസലായി പോകും. എന്ന് വെച്ചാൽ പ്ലസ് വൈ പ്ലസ് മൈനസ് വൈ ഈക്വൽ ടു പ്ലസ് വൈ. ഈ പ്ലസ്സും മൈനസും എന്തായി മാറും? മൈനസായി മാറും. അപ്പോൾ മൈനസ് വൈ ഈസ് ഈക്വൽ ടു വലുതിയും ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നമല്ലേ പ്ലസും മൈനസും വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ആൻസർ എന്തോ ആയിട്ട് കിട്ടും? 0 ആയിട്ട് കിട്ടും. അപ്പം എക്സിൻ്റെ വൈയുടെ ഭാഗം ക്യാൻസലായി പോവും. അപ്പോൾ എക്സും
2x ഈക്വൽ ടു 26 4 കൂട്ടുമ്പോൾ 30. ഈ 2xൻ്റെ അവിടെ 2 എന്ത് ചെയ്തേക്കുക, ഇൻറ്റു ചെയ്തേക്കുക. അപ്പം ഇതിവിടെ വരുമ്പോൾ ഹരണമാവും. എക്സ് ഇസ് ഈക്വൽ ടു 30/2 ഈക്വൽ ടു 15. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി. എത്ര? 15. അപ്പം എക്സ് കിട്ടിക്കഴിഞ്ഞാൽ y കാണാൻ നമുക്ക് എന്ത് കൊടുത്താൽ മതി? നമുക്ക് 2 ഇക്വേഷൻ അറിയാം. അത് ഏതെങ്കിലും ഒരു ഇക്വേഷനോട്ട് എക്സിൻ്റെ വാല്യൂ അപ്ലൈ ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് എക്സ് ഇൻ ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1ലേക്ക് നമുക്ക് എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന എക്സ് ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും എടുത്താൽ മതി. ഒന്നാമത്തെ ഇക്വേഷനോ രണ്ടാമത്തെ ഇക്വേഷനോ എടുക്കാം. അപ്പം എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 26 ആയിരുന്നു ഒന്നാമത്തെ ഇക്വേഷൻ. എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം 15. അപ്പോൾ 15 പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 26. അപ്പം ഇവിടെ 15 എന്ത് ചെയ്തേക്കാം, പ്ലസ് ചെയ്തേക്കോ, അത് അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആവും. അപ്പോൾ വൈ ഇസ് ഈക്വൽ ടു 26 മൈനസ് 15 ഇസ് ഈക്വൽ ടു 11. അപ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് കിട്ടി എത്ര? 11. മനസ്സിലായോ? എക്സും കിട്ടി വൈയും കിട്ടി. എന്നുവെച്ചാൽ നമുക്ക് ആ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലായി. 15ഉം 11. മനസ്സിലായോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 40 സെൻറ്റിമീറ്റർ and one side is 8 centimeter longer than the other. Calculate the lengths of the sides. എന്താണ് പറഞ്ഞേക്കുന്നത്? ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട് 40 സെൻറ്റിമീറ്റർ. ഒരു സൈഡ് എത്രയാണോ അതിനേക്കാൾ 8 സെൻറ്റിമീറ്റർ കൂടുതലാണ് മറ്റേ സൈഡ് എങ്കിൽ അതിൻ്റെ 2 സൈഡും കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഫസ്റ്റ് വന്നേക്കുന്നത് എടുത്ത് എഴുതുക. പെരിമീറ്റർ, റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട് എത്ര? 40 സെൻറ്റിമീറ്റർ എന്ന്. റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? 2 × L + B. അതിവിടെ ഇമ്പോർട്ടൻ്റ്. അറിയാത്തവർ തീർച്ചയായിട്ടും പഠിച്ചു വെക്കുക. റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ ആണ് ഇക്വേഷൻ. 2 × L + B. ഇതറിയാതെ നമുക്ക് ഈ ഒരു കണക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇവിടെ ലെങ്ത്തും അറിയത്തില്ല, ബ്രെഡ്ത്തും അറിയത്തില്ല. നമുക്കതുകൊണ്ട് ലെങ്ത് എക്സ് ആയിട്ട് എടുക്കാം. അപ്പം ഒരു സൈഡ് എത്രയാണോ അതിനേക്കാൾ 8 സെൻറ്റിമീറ്റർ കൂടുതലായിരിക്കും മറ്റേ സൈഡ്. ലെങ്ത് എക്സ് ആണെങ്കിൽ ബ്രെഡ്ത്ത് എക്സ് + 8 ആയിരിക്കും. ഇത്രയൊക്കെ ആണോ? ഇത്രയാണ് ക്വസ്റ്റ്യന് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ. അപ്പം പെരിമീറ്റർ ആണ് ഇക്വേഷൻ. 2 × L + B ആണെന്ന് നമ്മൾക്കറിയാം. അപ്പോൾ ഈ വാല്യൂസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ വേരിയബിൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 2 × L ലെങ്തിൻ്റെ സ്ഥാനത്ത് എക്സ്, ബ്രെഡ്ത്ത് നമ്മളെടുത്തേക്കുന്നത് എക്സ് + 8. സോൾവ് ചെയ്യുമ്പോൾ 2 × എക്സും എക്സും 2x + 8. ഈ 2നെ നമുക്ക് ബ്രാക്കറ്റിനുള്ളിലേക്ക് ഗുണിക്കാം, ഉള്ളിലേക്കിട്ട് ഗുണിക്കാം. അപ്പം എന്ത് കിട്ടും? 2 × 2x = 4x + 2 × 8 = 16. മനസ്സിലായില്ലേ? അപ്പോൾ 4x + 16 എന്ന് പറയുന്നതാണ് എന്ത്? 40 നമ്മുടെ പെരിമീറ്റർ തന്നിട്ടുണ്ടല്ലോ. 4x എടുത്തു കഴിഞ്ഞാൽ ഈ +16 അപ്പുറത്ത് പോകുമ്പോൾ -16 ആവും. അപ്പം 4x = 24. തമ്മിൽ കുറയ്ക്കുമ്പോൾ 24 കിട്ടും. ഇതിനകത്ത് എക്സ് എടുത്തിട്ട് 4 ഇവിടെ ഇൻറ്റു ചെയ്തേക്കുവാണ്. അത് അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ ആവും. അപ്പം എക്സ് = 25/4 = 6. ഇത്ര ഓക്കെ ആണോ? മനസ്സിലായോ? അപ്പോൾ എക്സ് കിട്ടി നമുക്ക് എത്ര? 6. എക്സ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ലെങ്ത് ആയിരുന്നു നമ്മൾ എടുത്തേക്കുന്നത് എക്സ്. ലെങ്ത് കിട്ടി 6. അപ്പോൾ ലെങ്ത് 6 സെൻറ്റിമീറ്റർ. ലെങ്ത് 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ബ്രെഡ്ത്ത് 6 + 8 ആയിരിക്കും. എന്ന് വെച്ചാൽ 8 സെൻറ്റിമീറ്റർ കൂടുതലായിരിക്കും. അപ്പോൾ ബ്രെഡ്ത്ത് 6 + 8 = 14 സെൻറ്റിമീറ്റർ. മനസ്സിലായോ? അപ്പോൾ ലെങ്തും കിട്ടി, ബ്രെഡ്ത്തും കിട്ടി. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ. എ വയർ 3.5 meter long is to be cut into 2 pieces with one piece bent to a square and the other into an equilateral triangle. The lengths of the sides of both must be the same. How should the wire be cut? എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു വയർ, ആ വയറിൻ്റെ ആകെ നീളം 3.5 മീറ്ററാണ്. എന്നിട്ട് അത് 2 പീസാക്കി കട്ട് ചെയ്തു. 2 പീസാക്കി കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ച് വെക്കരുത് അത് ഈക്വൽ പീസാണെന്നും കരുതി വെക്കരുത് കേട്ടോ. ഈക്വൽ പീസല്ല, സെയിം അല്ല അതിൻ്റെ സൈസ്. 2 രീതിയിൽ കട്ട് ചെയ്തു. എന്നിട്ട് ഒരു പീസ് വിത്ത് 1 പീസ് ബെൻഡ് ടു എ സ്ക്വയർ, ഒരു പീസ് ബെൻഡ് ചെയ്തിട്ട് സ്ക്വയർ ആക്കി. ദ അതർ പീസ് ഇൻറ്റു ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, മറ്റേ പീസ് എടുത്തിട്ട് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആക്കി. അപ്പോൾ സ്ക്വയർ ആയാലും ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയാലും അതിൻ്റെ പ്രത്യേകത എന്താ? എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. എന്നിട്ട് പറയുന്നു ദ ലെങ്ത്സ് ഓഫ് ദി സൈഡ്സ് ഓഫ് ബോത്ത് മസ്റ്റ് ബി ദ സെയിം. എന്താണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ആയാലും സ്ക്വയറിൻ്റെ ആയാലും സൈഡ്സ് ഈക്വൽ ആയിരിക്കും. എന്ന് വെച്ചാൽ സ്ക്വയറിന് ഒരു സൈഡ്
4 സെൻറ്റിമീറ്റർ ആണെന്ന് വെച്ചോ, എക്സാമ്പിൾ പറയാമെന്നേ മനസ്സിലാവാൻ വേണ്ടി. സ്ക്വയറിൻ്റെ ഒരു സൈഡ് 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് 4 സെൻറ്റിമീറ്റർ ആണ്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. എങ്കിൽ ഹൗ ഷുഡ് ദ വയർ ബി കട്ട്, എങ്കിൽ എങ്ങനെയാണ് ആ വയർ മുറിച്ചേക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ ക്വസ്റ്റ്യനിൽ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വയറിൻ്റെ ആകെ നീളം പറഞ്ഞിട്ടുണ്ട്. എത്രയേ? 3.5 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് ആ ഒരു പെരിമീറ്ററാണ് തന്നേക്കുന്നത്. മനസ്സിലായില്ലയോ? ആ ഒരു കയർ വെച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കിയാലും അതിൻ്റെ പെരിമീറ്റർ 3.5 മീറ്റർ ആയിരിക്കും. മനസ്സിലായില്ലയോ? പക്ഷേ ഇവിടെ അത് രണ്ടായിട്ട് മുറിച്ചിട്ടാണ് 2 കാര്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്, സ്ക്വയറും ഇക്വിലാറ്ററൽ ട്രയാങ്കിളും. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ എത്ര ആയിരിക്കും കിട്ടുന്നത്? 2ൻ്റെയും കൂടെ പെരിമീറ്റർ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ നമുക്ക് 3.5 മീറ്റർ കിട്ടണം. അപ്പം നമുക്ക് ആൻസറിലേക്ക് കടക്കാം. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ കയർ. എത്രയായിരുന്നു? 3.5 മീറ്ററുള്ള വയറായിരുന്നു ഇത്. അതിനെ നമ്മൾ 2 പീസാക്കി കട്ട് ചെയ്തു. ഈക്വൽ അല്ല കേട്ടോ, ഇത് പീസാക്കി കട്ട് ചെയ്തു. എന്നിട്ട് ഒരു പീസ് എടുത്ത് നമ്മൾ സ്ക്വയർ ഉണ്ടാക്കി, ഒരു പീസ് എടുത്ത് എന്തുണ്ടാക്കി? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കി. എന്നിട്ട് പറയുന്നുണ്ട് സ്ക്വയറിൻ്റെ ഒരു സൈഡ് എത്രയാണോ അത് തന്നെയായിരിക്കും ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ്. ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എക്സാ, ഇവിടെ എക്സാ, ഇവിടെ എക്സാ. എന്താ? സ്ക്വയർ ആണ്, ഓൾ സൈഡ്സ് ആർ ഈക്വൽ. ഇത് പിന്നെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ്, ഇവിടെ എക്സ്. മനസ്സിലായില്ലേ? സ്ക്വയറിൻ്റെ പെരിമീറ്റർ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്? 4 ഇൻറ്റു ഒരു സൈഡിൻ്റെ നീളം അല്ലേ? അപ്പോൾ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഈക്വൽ ടു, നമ്മൾ ഇവിടെ ഒരു സൈഡിൻ്റെ നീളം എക്സ് ആയിട്ട് എടുത്തേക്കുന്നത്, അപ്പം 4x. മനസ്സിലായില്ലേ? അപ്പം ഇവിടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. അപ്പം ഇതിൻ്റെ പെരിമീറ്റർ എത്രയായിരിക്കും? ഇവിടെ 3 സൈഡ്സ് അല്ലേ? അപ്പം 3 ഇൻറ്റു ഒരു സൈഡിൻ്റെ നീളം. അപ്പം പെരിമീറ്റർ ഓഫ് എ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്തായിട്ട് മാറും? 3x എന്നും വരും. മനസ്സിലായില്ലേ? സ്ക്വയറിൻ്റെ പെരിമീറ്റർ 4xും ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് 3xും. സ്ക്വയറിന് ഇവിടെ 4 സൈഡ് ഉണ്ടായതുകൊണ്ട് 4x എന്ന് എടുത്തേ. ട്രയാങ്കിളിന് ഇവിടെ 3 സൈഡ് ഉണ്ടായതുകൊണ്ട് നമ്മൾ 3x എന്ന് എടുത്തേ. ഇത് തമ്മിൽ കൂട്ടുമ്പം നമുക്ക് ഈ ടോട്ടൽ വയറിൻ്റെ നീളം കിട്ടും. അപ്പം 4x + 3x = 3.5 മീറ്റർ എന്ന് കിട്ടും. 3.5 മീറ്ററിലായിരുന്നു നമ്മുടെ വയറിൻ്റെ ആകെ നീളം. ഈ 3.5 മീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റുമ്പം നമുക്ക് എത്ര കിട്ടും? 350 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. എന്താ കാര്യം? 1 മീറ്റർ എന്ന് പറയുമ്പോൾ 100 സെൻറ്റിമീറ്ററാണ്. 3 മീറ്റർ എന്ന് പറയുമ്പോഴോ 300 സെൻറ്റിമീറ്റർ. ഇവിടെ 3 മീറ്ററും 1/2 മീറ്റർ കൂടെ ചേരുമ്പോഴാണ് 3.5 മീറ്റർ ആവുന്നത്. 3 മീറ്റർ എന്ന് പറയുമ്പോൾ 300 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 1/2 മീറ്റർ എത്രയാണ്? 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ 1/2 മീറ്റർ എന്ന് പറയുമ്പോൾ 100ൻ്റെ പകുതി എടുത്താൽ മതി. എത്ര? 50 സെൻറ്റിമീറ്റർ. അപ്പം 3.5 മീറ്റർ എന്ന് പറയുമ്പോൾ 350 സെൻറ്റിമീറ്റർ എന്ന് വരും. മനസ്സിലായില്ലേ? അപ്പം ഈ 4xും 7x കൂടെ കൂട്ടുമ്പോൾ 4xും 3x കൂടെ കൂട്ടുമ്പോൾ 7x എന്ന് കിട്ടും. 4 3 7. അപ്പം എക്സ് 7x എന്ന് കിട്ടും. 7x = 350. ഈ 7നെ നമുക്ക് അപ്പുറത്ത് കൊണ്ടുവരാം. അപ്പോൾ x = 7 ഇവിടെ ഗുണിച്ചേക്കുക, അപ്പുറത്ത് വരുമ്പോൾ ഹരണം. അപ്പം 350 / 7 = ഇത് ഹരിക്കുമ്പോൾ എത്ര കിട്ടും? 50 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. മനസ്സിലായില്ലയോ? അപ്പോൾ എക്സ് നമുക്ക് കിട്ടി. എത്ര? 50 സെൻറ്റിമീറ്റർ. ഒരു സൈഡ്, 2ൻ്റെ ഒരു സൈഡ് നമുക്ക് കിട്ടി. എത്രയാ? 50 സെൻറ്റിമീറ്റർ. മനസ്സിലായില്ലയോ? സ്ക്വയർ നമ്മൾ 4x ആയിട്ട് എടുത്ത്, സ്ക്വയറിൻ്റെ പെരിമീറ്റർ 4x ആയിരുന്നു. അപ്പം സ്ക്വയറിൻ്റെ ആകെ സ്ക്വയർ ഉണ്ടാക്കാൻ വേണ്ടി എത്ര സെൻറ്റിമീറ്റർ വേണ്ടി വന്നു കാണാൻ വേണ്ടി 4xലോട്ട് എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ 4 × 50. അപ്പോൾ എത്ര കിട്ടും? 200 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഈ 200 സെൻറ്റിമീറ്ററിനെ നമുക്ക് മീറ്റർ ആക്കണം. കാരണം ക്വസ്റ്റ്യനിൽ 3.5 മീറ്റർ എന്നല്ലായിരുന്നു തന്നത്. അപ്പം 200 സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കുമ്പോൾ അത് എത്ര ആവും? 2 മീറ്റർ. മനസ്സിലായില്ലയോ? ഇവിടെ 1 മീറ്റർ അല്ലായിരുന്നു 100 സെൻറ്റിമീറ്റർ. അപ്പം 2 മീറ്റർ എന്ന് പറയുമ്പോൾ 200 സെൻറ്റിമീറ്റർ. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ 3x എന്നായിരുന്നു ഇട്ടേ. അപ്പം 3 × 50 = 150 സെൻറ്റിമീറ്റർ എന്നാവും. ഇതിനെ നമ്മൾ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ 1.5 മീറ്റർ എന്നും ആവും. എന്ന് വെച്ചാൽ ഇവിടെ ഒരു വയറിൻ്റെ നീളം നമ്മൾ മുറിച്ചപ്പം ഒരു വയറിൻ്റെ നീളം 2 മീറ്ററായും ഒരു വയറിൻ്റെ നീളം 1.5 മീറ്ററായിട്ടുമാണ് നമ്മൾ മുറിച്ചത്. മനസ്സിലായോ? അതാണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. 5ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ ക്ലാസ് there are 4 more girls than boys. On a day when only 8 boys were absent,
ദ നമ്പേഴ്സ് ഓഫ് ഗേൾസ് വാസ് ട്വൈസ് ദി നമ്പർ ഓഫ് ബോയ്സ്. ഹൗ മെനി ബോയ്സ് ആൻഡ് ഗേൾസ് ആർ ദെയർ ഇൻ ദ ക്ലാസ്? എന്താണ് പറഞ്ഞേക്കുന്നത്? ഒരു ക്ലാസ്സിൽ എത്ര ബോയ്സ് ഉണ്ടോ അവരെക്കാൾ 4 കൂടുതലാണ് ഗേൾസിൻ്റെ എണ്ണം. എന്ന് വെച്ചാൽ ബോയ്സ് ഇപ്പം 10 പേരുണ്ട്. എക്സാമ്പിൾ പറയാം, ബോയ്സ് ഇപ്പം 10 പേരുള്ളൊരു ക്ലാസ്സിൽ ഗേൾസിൻ്റെ എണ്ണം അവരെക്കാൾ 4 കൂടുതലാണെന്ന് പറയുമ്പോൾ 14 പേരുണ്ട് ഗേൾസ്. മനസ്സിലായില്ലേ? അപ്പം എക്സാമ്പിളായിരുന്നേ. അപ്പോൾ പിന്നെ പറഞ്ഞേക്കുന്നത് ആ ക്ലാസ്സിൽ ഒരു ദിവസം 8 ബോയ്സ് ആബ്സെൻ്റായി. ആകെ ഉള്ളതിൽ 8 ബോയ്സ് ആബ്സെൻ്റായി. അപ്പം ഗേൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? അന്നത്തെ ബോയ്സിൻ്റെ എണ്ണത്തിൻ്റെ ഇരട്ടി എടുക്കുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പം എങ്കിൽ ബോയ്സിൻ്റെ എണ്ണം എത്ര, ഗേൾസിൻ്റെ എണ്ണം എത്ര, അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. നമുക്കിവിടെ ബോയ്സിൻ്റെ എണ്ണം എക്സ് ആയിട്ട് എടുക്കാം. എന്തുകൊണ്ടാണ് ബോയ്സിൻ്റെ എണ്ണം എക്സ് ആയിട്ട് എടുക്കാൻ പോകുന്നത്? കാരണം എന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഗേൾസിൻ്റെ എണ്ണം ബോയ്സിനേക്കാൾ, ഇങ്ങനെ പറഞ്ഞാണ് അവിടെ കണ്ടീഷൻസ് പറഞ്ഞേക്കുന്നത്. ബോയ്സിൻ്റെ എണ്ണത്തെ ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നതുകൊണ്ട് നമുക്കിവിടെ ബോയ്സിനെ എക്സ് ആയിട്ട് എടുക്കാം. ബോയ്സിൻ്റെ എണ്ണത്തെ എക്സ് ആയിട്ട് എടുക്കാം. അപ്പം നമ്പർ ഓഫ് ബോയ്സ് ഈക്വൽ ടു എക്സ്. അപ്പോൾ ഗേൾസിൻ്റെ എണ്ണം എത്രയായിരിക്കും? നമ്പർ ഓഫ് ഗേൾസ് ഈസ് ഈക്വൽ ടു ബോയ്സിൻ്റെ എണ്ണത്തിൻ്റെ 4 കൂടുതലാണ് ഗേൾസിൻ്റെ എണ്ണം. അപ്പം എക്സ് പ്ലസ് 4 എന്ന് എടുക്കാം. മനസ്സിലായില്ലേ? പിന്നെ പറയുന്നു 8 പേര്, ബോയ്സ് 8 പേര് വരാണ്ടിരുന്നപ്പം എന്ന് വെച്ചാൽ എക്സ് മൈനസ് 8. ബോയ്സ് 8 പേര് വരാണ്ടിരുന്നപ്പം എക്സ് മൈനസ് 8. അന്ന് ഗേൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്, അപ്പോൾ ഗേൾസിൻ്റെ എണ്ണം ഇവിടെ എത്ര ആയിട്ട് എടുത്തേക്കുന്നത്? എക്സ് പ്ലസ് 4. അപ്പോൾ എക്സ് പ്ലസ് 4 എത്ര ആയിട്ട് മാറി? 2 ഇൻറ്റു എക്സ് മൈനസ് 8 ആയിട്ട് മാറി. എന്ന് വെച്ചാൽ ഗേൾസിൻ്റെ എണ്ണം 8 ബോയ്സ് വരാണ്ടിരുന്നപ്പം അവരുടെ ഇരട്ടിയായിട്ട് മാറി. അന്നത്തെ ബോയ്സിൻ്റെ ഇരട്ടിയായിട്ട് മാറി. അപ്പോൾ എക്സ് പ്ലസ് 4 ഈസ് ഈക്വൽ ടു ഈ 2 ബ്രാക്കറ്റിനുള്ളിലേക്ക് പോകുമ്പം 2x മൈനസ് 16 കിട്ടും. അപ്പം നമ്പേഴ്സ് വരുന്നതിൽ ഒരിടത്തും എക്സിൻ്റെ ഭാഗം ഒരിടത്തും ആക്കാം നമുക്ക്. അപ്പം ഇവിടെ ഒരു പ്ലസ് 4 ഉണ്ടായിരുന്നു, 4. ഇവിടെ മൈനസ് 16 അപ്പുറത്ത് കിടക്കുന്ന മൈനസ് 16 നമുക്ക് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ പ്ലസ് 16 ആവും. ഈക്വൽ ടു 2x ഇവിടെ ഉണ്ടായിരുന്നു, അത് കൂട്ട് എഴുതുക. ഇവിടുത്തെ പ്ലസ് എക്സ് ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് എക്സ് ആവും. എന്ന് വെച്ചാൽ ഇനി സോൾവ് ചെയ്യുമ്പോൾ 4 പ്ലസ് 16 ഈസ് ഈക്വൽ ടു 20. 2x മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. 2x നിന്ന് ഒരു എക്സ് പോയി കഴിയുമ്പോൾ എക്സ്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 20. ബോയ്സിൻ്റെ എണ്ണമാണ് എക്സ് ആയിട്ട് നമ്മൾ എടുത്തത്. അപ്പോൾ ബോയ്സിൻ്റെ എണ്ണം നമുക്ക് കിട്ടി എത്ര? 20. അപ്പോൾ ബോയ്സിൻ്റെ എണ്ണം 20 ആണെങ്കിൽ ഗേൾസിൻ്റെ എണ്ണം എത്രയാണ്? ബോയ്സിൻ്റെ എണ്ണത്തേക്കാൾ 4 കൂടുതലാണ് ഗേൾസിൻ്റെ എണ്ണം. അപ്പോൾ എത്ര കിട്ടും? 20 പ്ലസ് 4 ഈക്വൽ ടു 24. മനസ്സിലായോ? ബോയ്സിൻ്റെ എണ്ണവും കിട്ടി, ഗേൾസിൻ്റെ എണ്ണവും കിട്ടി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ 5 ക്വസ്റ്റ്യനും എല്ലാവർക്കും വൃത്തിയായി മനസ്സിലായി എന്ന് കരുതുന്നു. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതാണ് പകുതി പേരും ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.